ഹലോ ഡിയേഴ്സ്, ഫാമിലി ടേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി വന്ന് നമുക്ക് എന്തായാലും ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി കുറച്ച് മാവുണ്ടാവും. അപ്പോൾ അത് വെറുതെ കളയാതെ അതുകൊണ്ട് ഒരു കിഡിലൻ സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് നമ്മുടെ ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവ്, കുറച്ച് കട്ടിയുള്ളതാവണേ. അപ്പോൾ ഇഡലി മാവ് എടുക്കായിരിക്കും നല്ലത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ്, കുറച്ച് വലിയ സ്പൂണിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി കുനുകുന അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് എരിവിനനുസരിച്ചിട്ടുള്ള മുളക്. ഇതിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതും ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉപ്പും ആ ഒരു ഇതൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ എടുക്കുക. പിന്നെ നമ്മുടെ കൈ കൊണ്ട് ഇതാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് കോരിയിടുക. എന്നിട്ട് തീ ആദ്യം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്നായി കിട്ടും. വേഗം നമുക്ക് അടുത്ത ബാച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത്, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഒരു 1.5 കപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 10-15 അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് അതുപോലെ ഒന്നുമില്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഈ ഒരു ഇത്. ശരിക്കും നമ്മുടെ പൊക്കാവട പോലെ ഉണ്ടാവും, അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി ഇതുപോലെ ദോശമാവൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഡലി മാവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പൊട്ടിച്ച് വെക്കുമ്പോൾ ഉള്ളൊക്കെ എല്ലാവരും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.